ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പ്ലെയർ ഓഫ് ദ സ്കോഡ് വെച്ചിട്ടുള്ള പാർട്ട് 7ാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ പ്ലെയർ ഓഫ് ദ സ്കോഡ് വെച്ചിട്ടാണ് ഡിവിഷൻ 2 തൊട്ട് നമ്മൾ മൊത്തം അങ്ങോട്ട് കളിക്കണത്. എങ്ങനെയാണ് നമുക്ക് ഈ സ്കോഡ് വെച്ചിട്ട് ഡിവിഷൻ 1 അടിക്കണം, അടിക്കാൻ നോക്കണം. എങ്ങനെയും പറ്റുമെന്നറിയില്ല, നോക്കി നോക്കണം. എങ്ങനെയും ഒപ്പോണ്ട് കണ്ടായിട്ട് പ്രൊസീഡ് കൊടുക്കാം. നോക്കി നോക്കാം ഒപ്പോണ്ട് എങ്ങനത്തെ നല്ല പ്ലെയറാണെന്ന്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഒപ്പോണ്ടാണ്. ടീം ഇതാണ് നമ്മുടെ ടീം. അപ്പുറത്തെ ഒപ്പോണ്ട ടീം നോക്കിയോട്ടെ, ഒരു കുഴപ്പമില്ലാത്ത ഒപ്പോണ്ട ടീമുണ്ട്. സ്മൈക്കിളൊക്കെയാണ് ഗോളി നിൽക്കുന്നത്. നോക്കിയോ, അങ്ങനെ നമ്മുടെ കൂടി കളി ഒന്ന് തുടങ്ങാണ്. ഫസ്റ്റ് ആയിട്ട് ഇറക്കാൻ ബോളിൽ കളിക്കാൻ പതുക്കെ. ഫസ്റ്റ് തന്നെ ഒപ്പോണ്ട അറ്റാക്ക് വരാണ്. ഡൊണാറുമ എടുത്തിട്ടുണ്ട്. എന്തായാലും അതൊന്ന് കൊടുക്കാൻ ഫ്രണ്ടിലേക്ക് കൊടുത്തു പോവാം. വീണ്ടും ഒപ്പോണ്ട അറ്റാക്ക് വരാണ്. ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. വീണ്ടും ഒപ്പോണ്ടിലേക്ക് തന്നെയാണ് എടുത്തിട്ടുണ്ട്. ക്ലിയർ ചെയ്യാൻ കിട്ടിയില്ല. വീണ്ടും ഒപ്പോണ്ട് എടുത്തിട്ടുണ്ട്. വീണ്ടും ഡിഫ്ലക്റ്റ് ചെയ്ത് നമ്മുടെ ഇട്ടിട്ടുണ്ട്. ബോൾ ഇവിടുന്ന് ക്ലിയർ ചെയ്ത് വിടാം. എങ്ങനെയൊക്കെ ബോൾ ഇവിടുന്ന് വിട്ടാലും മിഡിൻ്റെ അപ്പുറത്തേക്ക് ബോൾ വരുന്നില്ല. എന്തിട്ട് കുഴപ്പമുണ്ട്. അക്കൗണ്ട് കിട്ടിക്കുന്നത് എന്തിൻ്റെ കുഴപ്പമെന്നറിയില്ല. എന്തായാലും ബോൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഹോൾഡ് ചെയ്ത് പാസ് കൊടുക്കാൻ ഡോക്ടർ പറഞ്ഞത് ഫ്രീ ആണ്. പാസ് കൊടുക്കാം. കിട്ടിയിട്ടുണ്ട്. പ്ലേസ് ചെയ്യാം. ഗോൾ അടിച്ചിട്ടുണ്ട്. ഒരു ഗോൾ അടിച്ചിട്ടുണ്ട്. വീണ്ടും ബോൾ കിട്ടിയിട്ടുണ്ട്. ഫോർഡിന് പാസ് കൊടുക്കാം. ക്രോസ് പോയില്ല. വലിയ കുഴപ്പമെടുത്തുണ്ടോ ഫോണിൻ്റെ. വീണ്ടും ഒപ്പോണ്ട് അറ്റാക്ക് വരാണ്. ടാക്കിൾ ചെയ്യാം. അതൊക്കെ നടക്കുള്ളൂ. ഫോളായില്ല. എന്തായാലും അത് കാരണം കുഴപ്പമുണ്ടായില്ല. നല്ല ചാൻസ് ഉണ്ട്. പാസ് കൊടുക്കാം. കിട്ടുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കറിവിടാം. സൈഡിക്ക് ഗോൾ അടിച്ചിട്ടുണ്ട്. രണ്ടാമത് ഗോൾ അടിച്ചിട്ടുണ്ട്. അതിന് 2 ഗോളിന് ലീവ് പിടിച്ചിട്ടുണ്ട്. സിമ്പിളായിട്ട് 2 ഗോൾ അടിച്ചാണ്. ഫസ്റ്റ് ഹാഫ് ഏകദേശം ആവാറായിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫ് ആയിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫ് ആകുമ്പോൾ നമ്മൾ 2 ഗോളിന് ലീവ് പിടിച്ചിട്ടുണ്ട്. ഇനി സെക്കൻഡ് ഹാഫ് എന്താവുമെന്ന് നോക്കി നോക്കാം. സെക്കൻഡ് ഹാഫ് അങ്ങനെ ഒപ്പോണ്ട ടച്ചോടുകൂടി കളി തുടങ്ങുകയാണ്. ഒപ്പോണ്ട അറ്റാക്ക് നോക്കിയിട്ടുണ്ട്. എടുത്തിട്ടുണ്ട്. നമ്മൾ പാസ് കൊടുക്കുന്നുണ്ട്. ഒപ്പോണ്ട അറ്റാക്ക് വരികയാണ്. ടാക്കിൾ ചെയ്യാൻ വേറെ വഴിയില്ല. ടാക്കിളായിട്ടുണ്ട്. ഫൗള് ആയി. ഒപ്പോണ്ട് അറ്റാക്ക് ബ്ലോക്ക് ഇട്ടുണ്ട്. വീണ്ടും ഒപ്പോണ്ട് എടുത്തിട്ടുണ്ട്. ഷോട്ട് അടിച്ചു. ഡൊണാറുമ സേവ് ചെയ്തിട്ടുണ്ട്. ബോൾ എടുത്തിട്ടുണ്ട്. വീണ്ടും ഒപ്പോണ്ട് അറ്റാക്ക് വരികയാണ്. ഷോട്ട് അടിച്ചു. ഡൊണാറുമ സേവ് ചെയ്തിട്ടുണ്ട്. ബോളോടൊന്ന് ക്ലിയർ ചെയ്ത് വിടാം. അത് നടക്കുള്ളൂ പെട്ടെന്ന് തന്നെ. വീണ്ടും ഒപ്പോണ്ട് അറ്റാക്കാണ്. നല്ല ഫ്രീ ആണ്. പിന്നെ ഇതൊക്കെ എത്തിയിട്ടുണ്ട്. എന്താ ഒപ്പോണ്ട് ഇങ്ങനെ അടിച്ചിട്ട് കറവല്ല ഇവിടെ നിന്ന് അടിക്കുക. സാധാരണ പാസ് കൊടുക്കാം. ഉണ്ടറിട്ടുണ്ട്. മിസ് പാസ് ടാക്കിൾ ഉണ്ട്. ഇതുവരെ വെച്ചിട്ട് ടാക്കിൾ ഉണ്ട്. ഉണ്ടർ നല്ല ഫ്രീ ആണ്. ഉണ്ടർ എടുത്തുണ്ട്. ഒന്ന് തിരിക്കുക. ഇതും കയറാം. ഇത് വെള്ളക്കരായി. ഫസ്റ്റിൻ്റെ പാസ് കൊടുത്തായിരുന്നു. പാസ് കൊടുത്തിട്ടുണ്ട്. നോട്ടിഫിക്കേഷൻ അൽവാരത്തിന് കിട്ടിയില്ല. അതിനും ഒപ്പോണ്ട് എടുത്തു. വീണ്ടും എടുത്തിട്ടുണ്ട്. ഫോർഡൻ പാസ് കൊടുക്കാം. ഉണ്ടറിന് കിട്ടിയിട്ടുണ്ട്. ഉണ്ടറിന് കിട്ടിയിട്ടുണ്ട്. ഫ്രീ ആണ്. സ്കില്ലിടാം. സ്കില്ലിട്ടു. പക്ഷെ വർക്കായില്ല. ഒപ്പോണ്ട് പ്ലെയറിൽ മാത്രിട്ടു. കളി കഴിഞ്ഞിട്ടുണ്ട്. 2 ഗോളിന് ജയിച്ചിട്ടുണ്ട്. എന്തായാലും ഫസ്റ്റ് ഹാഫിൽ അടിച്ച 2 ഗോളിന് കളി ജയിച്ചിട്ടുണ്ട്. എന്തൊക്കെയോ കാണിച്ച് കളി ജയിച്ചിട്ടുണ്ട്. എന്തായാലും 2 ഗോളിന്. ഡൊണാറുമ കളിച്ചിട്ടുണ്ട്. അത്യാവശ്യം ചത്തു. കഴിഞ്ഞ കളി പുള്ളിക്കാരൻ സീനിലായിരുന്നു. പുള്ളിക്കാരൻ ഒറ്റൊരുത്തരാളുടെ പേരിലാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കളി ജയിച്ചത്. അല്ലെങ്കിൽ കളി ജയിക്കില്ലായിരുന്നു. ഇനി എത്ര പോയിന്റ് കിട്ടുമെന്ന് നോക്കി നോക്കാം. 26 പോയിന്റ് കിട്ടിയിട്ടുണ്ട് കളി വെച്ചിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. എല്ലാവർക്കും മറ്റൊരു വീഡിയോ കാണാം. ബൈ.